ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞങ്ങൾ സന്ധ്യ ആയപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ചേട്ടായും ഞാനും ചേച്ചിമോളും കൂടെ കുഞ്ഞപ്പയും കൂടെ ഒന്ന് ചൂണ്ടയിടാം, പിന്നെ ഇടയ്ക്ക് ചുമ്മാ ഒന്ന് കറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ചാടി പുറപ്പെട്ടതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ചേട്ടായി പിടിക്കാനായിട്ട് മീൻ തീറ്റ ഇടാൻ വേണ്ടിയിട്ട് എന്തോ സാധനം മേടിക്കാൻ പോയതാണ്. ഞങ്ങളിങ്ങനെ കാറിൽ വെയിറ്റ് ചെയ്യാണ്. വെറുതെ ഇരുന്നപ്പോൾ തോന്നി അപ്പോൾ സന്ധ്യയായി, ഒരു 6-6:15 ആയി. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഏകദേശം ഇരുട്ടാറായി. ഇപ്പം തന്നെ നല്ലതായിട്ട് സന്ധ്യയായി. ചെറിയൊരു പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു ത്രില്ലിലും ഇതിലും ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ കുഞ്ഞിപ്പി ഇടയ്ക്ക് പറഞ്ഞു, അച്ഛൻ അവിടെ പോയി ഇന്ന് ചൂണ്ടയിടും, നമ്മൾ എന്തിനാണ് പോയി ആറ്റിലിരിക്കുന്നതെന്ന് ചോദിച്ചു. ചേച്ചിയോട് പറഞ്ഞു, അച്ഛൻ അവിടെ നിന്ന് ചൂണ്ടയിടേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ മേടിച്ചിട്ട് സ്നാക്സ് എല്ലാം മേടിച്ച് അവിടെ പോയിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് സ്നാക്സ് മേടിക്കാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടു. കാറിലിരുന്ന് ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ട്, ഇത് വേണോ അത് വേണോ ഇത് വേണമെന്ന്. ഞാൻ അവിടെ നിന്ന് അതെല്ലാം മേടിക്കുകയാണ്. ആറ്റിലൊക്കെ പോയിരിക്കുമ്പോൾ കുറേ നേരം ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ്. അതുകൊണ്ട് കുഞ്ഞപ്പി സ്വെറ്ററൊക്കെ എടുത്തിട്ടുകൊണ്ടാണ് ഇറങ്ങിയത്. അങ്ങനെ കഴിക്കാനുള്ളതെല്ലാം എടുത്ത് മേടിച്ചു. ഞങ്ങൾ വണ്ടിയിൽ കയറി. കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങൾ അപ്പം തന്നെ വന്ന് ഇവിടെ ഇറങ്ങി. ചേട്ടായി ഇതാ ഡിക്കിയിൽ നിന്ന് ചൂണ്ടയും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നു. എൻ്റെ കയ്യിൽ ഫുള്ള് സ്നാക്സാണ്, ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് മാത്രം. കുഞ്ഞപ്പി എല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഞങ്ങൾ ആറ്റിലോട്ട് പോവാണ്. ഒന്നും കാണാൻ പറ്റത്തില്ല പ്രത്യേകിച്ച്, കാരണം നല്ല ഇരുട്ടാണ്. അത്രയ്ക്ക് സന്ധ്യയായി, ഒരു 7-10 ഒക്കെ ആയി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ. നല്ല ഇരുട്ടാണ്. ആ വെട്ടം കാണുന്നത് അക്കരെയുള്ള വെട്ടം ആറ്റിൽ, അതായത് വെള്ളത്തിൽ കാണുന്നതാണ് കേട്ടോ. അതാണ് ആറ്, അത്ര അടുത്താണ്. ഒന്നും കാണത്തില്ല, വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും കാണത്തില്ല. ഇനി അവിടെ ചെന്ന് ടോർച്ചൊക്കെ കത്തിച്ച് വെക്കണം. ഇവിടെ വന്നു ഞങ്ങൾ ചെറിയൊരു ടോർച്ച് കത്തിച്ച് വെച്ചു. ചേട്ടായി ചൂണ്ടയിൽ അതിനുള്ള തീറ്റ കോർത്ത് ഇട്ടിട്ടുണ്ട്. ആദ്യം ഇട്ടത് മീൻ കൊത്തി വലിച്ചുകൊണ്ട് പോയി, ചൂണ്ട പൊട്ടിച്ചുകൊണ്ട് പോയി. പിന്നെ രണ്ടാമത് ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരും ഇവിടെ ഈ പുല്ലുംപുറത്ത് പേപ്പറൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് സ്നാക്സ് കൊണ്ടുവന്ന് സ്നാക്സൊക്കെ തീർക്കുന്ന തിരക്കിലാണ്. ചേട്ടായി അവിടെ ചൂണ്ടയിടുന്നുണ്ട്. ആ വെട്ടം കാണുന്നത് അവിടെ ഒരു റിസോർട്ടുണ്ട്, അതിൻ്റെ വെട്ടമാണ് കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യം ഇതിനകത്തിട്ട് ചൂണ്ട പൊട്ടിച്ച് തീറ്റയും കൊണ്ട് മീൻ പോയിട്ടുണ്ട്. പിന്നെ ചേട്ടായി അത് മാറ്റി വെച്ചിട്ട് പിന്നെ ഏറ് ചൂണ്ടയില്ലേ അതെടുക്കുവാണ്. ഇനി 2 എണ്ണം ഇതിൽ പരീക്ഷിക്കാതെ വെച്ചു. അപ്പോൾ ഇതിന് ഇട്ട് നോക്കട്ടെ. ചേട്ടാ ഇവിടെ ചൂണ്ട കോർക്കൽ, ചൂണ്ട കെട്ടൽ, ചൂണ്ടയിടൽ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ചേട്ടായിയുടേതായ പരിപാടിയിലാണ്. പക്ഷെ ഞങ്ങൾ 3 പേരും ഇവിടെ തീറ്റ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് അയ്യോ അയ്യോ എന്നൊക്കെ സൗണ്ട് കേൾക്കാം, ചേട്ടയുടെ കയ്യിൽ ചൂണ്ട കുരുങ്ങുന്നതിൻ്റെ. അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സ്നാക്സ് കഴിക്കുവാണ്. ഏറ് ചൂണ്ടയിൽ ഇട്ടതും അത് പൊട്ടിച്ചുകൊണ്ട് മീൻ പോയിട്ടുണ്ട്. 2 പ്രാവശ്യം ഇട്ട് 2 പ്രാവശ്യം ഇട്ടത് പൊട്ടിച്ചുകൊണ്ട് പോകുന്നു. നമുക്കിടയ്ക്ക് നല്ല സൗണ്ട് കേൾക്കാം, മീനൊക്കെ ചാടുന്നത്. അതുപോലെ വലിയ മീനുകളുണ്ട് ഇവിടെ. എന്തായാലും ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒന്നും കിട്ടിയില്ല. പക്ഷെ കൊണ്ടുവന്നതൊക്കെ ഞങ്ങൾ കാലിയാക്കിയിട്ടുണ്ട്. ഇനി എന്നായാലും തിരിച്ച് പോകാനായിട്ട് പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എല്ലാം പറക്കി കെട്ടി തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, ആകെപ്പാടെ ക്ഷീണിച്ച് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ചേട്ടായി പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ടുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ചു പോവാണേ.
അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചു. ടൗണിൽ വന്നു. ചേട്ടായി കപ്പ ബിരിയാണിയും പൊറോട്ടയൊക്കെ മേടിക്കാനായിട്ട് പുറത്ത് പോയി. ഞങ്ങളിവിടെ വണ്ടിക്കകത്ത് വെയിറ്റ് ചെയ്യുവാണ്. വെയിറ്റ് ചെയ്ത് കുറേ സമയമായി. കുഞ്ഞിപ്പിക്ക് ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞ് കുഞ്ഞിപ്പി സെറ്ററൊക്കെ ഊരിയിട്ട് കാറിനകത്ത് ഇരിക്കുവാണ്. പാഴ്സൽ മേടിച്ചു, വീട്ടിൽ ചെന്നു, ആക്രാന്തം കൊണ്ട് കഴിച്ചു. വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്